ഇങ്ങനൊരു കപ്പൽ വരണ്ടായിരുന്നു. എന്ത് പഴയ കപ്പലായത്. പണിയെടുത്ത് വയ്യാണ്ടായി. നമ്മളെ ഒരു ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന ആ സമയത്തിന് മുന്നിൽ ആൾ മരിക്കും. നമ്മൾ പോലും അറിയാതെ കപ്പലിൽ ഒളിച്ചു കയറി എവിടെയെങ്കിലും പാത്തിരിക്കും. കപ്പൽ ഇപ്പോൾ അടുത്ത പോകുന്ന അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കും. ഇവർ കപ്പലിൽ തന്നെ നീന്തി വരികയോ അല്ലാതെ പോർട്ട് വഴി എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി ഇതിനകത്തിരിക്കും. എനിക്ക് അതിനെപ്പറ്റി സയൻറ്റിഫിക്കലായിട്ട് പറയാൻ അറിയത്തില്ലല്ലോ. ഞാനിങ്ങനെ വെറുതെ നിന്നിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവൻ എത്ര നേരം ഉണ്ടാവും, എത്ര നേരം അതിന് സർവ് ചെയ്യാൻ പറ്റും? ആ ഒരു സിറ്റുവേഷൻ ഓവറായിട്ട് ബ്ലീഡിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ കപ്പൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു പടച്ചിലുണ്ട്. എനിക്ക് അത് ആലോചിക്കുമ്പോഴേ ഭയങ്കര സങ്കടം വരും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കപ്പലിനെ മത്സരിക്കുന്നതാണ്. ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പേരെ കപ്പൽ വിട്ട് 2-ാം ദിവസം 1-2 ദിവസം കഴിയുമ്പോൾ വിശന്നിട്ട് പുറത്ത് വരും അവർ. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വീഡിയോസും എൻ്റെ എല്ലാ സപ്പോർട്ടും എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. അതാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ ഇതുവരെയുള്ള ഇൻ്റർവ്യൂവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ വിളിക്കുക, വരുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വന്നില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം 1 അല്ല 2 അല്ല 2 ഇൻ്റർവ്യൂകളിൽ വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വെൽക്കം ചെയ്യാണ് എൻ്റെ വൈഫിനെ. വാ. ഇപ്പോൾ വിഷ്ണു ഒരുപാട് രാജ്യങ്ങളിൽ പോകും. വിഷ്ണു കേട്ടറിഞ്ഞു അല്ലെങ്കിൽ കണ്ടറിഞ്ഞു ഏതെങ്കിലും രാജ്യത്തിന്റെ അവരുടെ കൾച്ചർ എപ്പോഴെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാരണം ഇന്നൊരു രാജ്യത്ത് പോകുന്നു, 2 ദിവസം കഴിഞ്ഞ് മറ്റൊരു രാജ്യത്ത് പോകുന്നു. ഒരു ഒരു 9 മാസ കാലയളവ് ചിലപ്പോൾ ഒരു 10 രാജ്യങ്ങളുണ്ടാവും. ചെറിയൊരു സമയമാണെങ്കിൽ പോലും ഇവിടെ എല്ലാം പുറത്ത് പോകുന്നുണ്ട്. ചിലതൊക്കെ സെയിം ആയിരിക്കും, ചിലതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഞാൻ എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ആ രാജ്യത്തെ ആഹാരങ്ങൾ ട്രൈ ചെയ്യും. ഇപ്പം നമുക്കൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഇന്ത്യൻസ് എവിടെ പോയാലും നമ്മൾ ആദ്യം അടിച്ചു നോക്കും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എവിടെയാ ഉള്ളത്, ആ രാജ്യത്ത് നിന്ന് ഇവിടെ എവിടെയാണ് ബിരിയാണി കിട്ടുന്നത്, ഇവിടെ എവിടെയാണ് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നതെന്ന് അടിച്ചു നോക്കും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എവിടെ കിട്ടുമോ അത് സ്ട്രീറ്റ് ഫുഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ട്രൈ ചെയ്യുക. ഉം. അതുപോലെ ഇപ്പോ നമ്മളുടെ കേരളത്തിൽ നമ്മുടെ ഭൂമി കരയിലുള്ള പോലെ അല്ലല്ലോ കടലില്. അതായത് കടലിൽ അത്ര പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഈ സ്കൈ ഒക്കെ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർസിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിരിക്കും. ആ ഒരു വിഷ്വൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നോർമലി നമ്മളിപ്പോൾ കരയിൽ നിന്ന് നോക്കുന്ന ആ ഒരു സ്റ്റാറിനെ പോലെ ആയിരിക്കില്ല കടലിൽ നിന്ന് നോക്കുമ്പോൾ എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, കടലിലെ വായു. എനിക്ക് 9 മാസം ഒരു പനി പോലും വരില്ല. ഓ. 9 മാസം എനിക്ക് ഒരു കപ്പൽ കയറി കഴിഞ്ഞാൽ ഒരു പനിയോ ഒന്നും വരില്ല. ഞാൻ കരയിൽ ഷോർ ലീവ് പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പനി അടിക്കുന്നത്. എപ്പം നമ്മൾ കരയിൽ ഇറങ്ങുന്നു അപ്പോഴായിരിക്കും നമുക്ക് പനി, ജലദോഷം പോലത്തെ ഒരു കാര്യങ്ങൾ വരുന്നത്. അതേ സമയത്ത് കരയിൽ വരാത്ത കപ്പലുകളൊക്കെ ആണെങ്കിൽ, കൂടുതലും വലിയ വലിയ കപ്പലുകളാണെങ്കിൽ നമുക്കൊരു പനിയോ തലവേദനയോ ഒന്നും വരില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പൊല്യൂഷനായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ രോഗങ്ങൾ വരുന്നത്, അസുഖങ്ങൾ വരുന്നത്. കടലിൽ ശുദ്ധമായിട്ടുള്ള വായുവാണ്. അതാണ് ഒന്നാമത്തെ. ഇനി പറയാനുള്ളത്, പല കാഴ്ചകളും മൊബൈലിൽ പിടിക്കാൻ പറ്റില്ല. പലതും നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളില്ലേ, പെട്ടെന്ന് മൊബൈൽ എടുക്കും. പക്ഷേ ആ മൊബൈൽ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം നമ്മൾ കണ്ണിൽ കാണുന്ന വിഷ്വൽ അല്ല നമുക്ക് കടലിലെ കാഴ്ചകൾ നമുക്ക് മൊബൈലിൽ പകർത്താൻ പറ്റുന്നത്. അത് നമ്മൾ എടുത്ത് അതിലൊരു വീഡിയോ ചെയ്താൽ പോലും അതിനാ ഒരു എഫക്റ്റ് കിട്ടില്ല. അത് കാണേണ്ട കാഴ്ചകളാണ്. കപ്പൽ ഓടുന്ന സമയത്ത് ഡോൾഫിൻസുകളുടെ ഒരു മത്സരോട്ടമുണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അപ്പോഴേ നമുക്കറിയാം, ആരെങ്കിലും വിളിച്ച് കാണിക്കടാ വാ വാ, ഭയങ്കര രസമാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കപ്പലിനെ മത്സരിക്കുന്നതാണ്. കപ്പലിന് മുന്നിൽ പോകാനാണോ എന്തിനാണെന്നറിയാം, നമ്മുടെ കപ്പൽ ഇങ്ങനെ പോവായിരിക്കും. ഇവർ 2 സൈഡിൽ നിന്നും ഒരു കൂട്ടത്തോടെ വരും. 10-100 ആയിരിക്കും നിരന്ന് നിൽക്കുന്നത്. പിന്നെ ഒരു മത്സരമാണ്. ഒരു 9 മാസ കോൺട്രാക്റ്റിൽ ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റുള്ള സംഭവമാണ് കേട്ടോ ഈ ഡോൾഫിൻ്റെ കാര്യം. പിന്നെ അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ഷാർക്ക്. പിന്നെ തിമിംഗലം. എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ചില ഏരിയയിൽ നമ്മൾ കപ്പലിൽ നങ്കൂരം സമയത്ത് ഇങ്ങനെ വെള്ളം ചീറ്റുന്നത് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ജോലി ചെയ്യുമ്പോഴൊക്കെ ആയാലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്താണെന്നറിയോ, ഇതിങ്ങനെ പതുക്കെ വന്ന് നമ്മുടെ കപ്പലിനടുത്ത് വരും. കപ്പലിനടുത്ത് നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ പൊളിക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു സൗണ്ട്. പിന്നെ വെള്ളം ചീറ്റും.
വെള്ളം ചീറ്റുന്നൊരു സൗണ്ട്. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് നോക്കും. എൻ്റെ വീഡിയോസിൻ്റെ അകത്തുണ്ട്. ഓടിപ്പോയി നോക്കുമ്പോൾ കാണാം കപ്പലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാണാം. ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഉണ്ടാവും. അതാണ് തിമിംഗലം. ഇപ്പോൾ ഡോൾഫിൻ്റെ പറഞ്ഞു, തിമിംഗലത്തിൻ്റേത്. പിന്നുള്ളത് നമ്മുടെ സ്കൈ. സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയത്ത് നമ്മൾ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ മുന്നിൽ മഴയായിരിക്കും, ബാക്കിൽ മഴ ഉണ്ടാവില്ല. കപ്പൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾക്ക് ദൂരെ നിന്ന് കാണാം മുന്നിൽ മഴ പെയ്യുക, നല്ല മഴ പെയ്യുക. പക്ഷേ ഇവിടെ വെയിലായിരിക്കും. ഇവിടെ മഴ ഉണ്ടാവത്തില്ല. പക്ഷേ ഫ്രണ്ടിൽ നല്ല മഴയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കപ്പൽ ആ മഴയിലേക്ക് കയറുമ്പോൾ ഒരു 2 റോ പോലെ ഇങ്ങനെ കാണാം. ഒരിടത്ത് വെള്ളം ശാന്തമായിട്ടിരിക്കും, ഒരിടത്ത് മഴത്തുള്ളികൾ വീണിട്ട് വെള്ളം ഇങ്ങനെ അറിയില്ലേ? അത് അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. മീൻസ് അതുപോലെ സ്കൈ മഴക്കോളെടുക്കുന്ന മഴ വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്കൈ ഉണ്ട്. അതേപോലെ മഴ കഴിയുന്ന സമയത്തുണ്ട്. ചെറിയ മൂടലുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന പോലെ അല്ല. 360ൽ ആ ഒരു സ്കൈ കാണുമ്പോൾ അതുപോലെ നല്ല വെയിലായിട്ടുള്ള സമയത്ത് നല്ല ബ്ലൂ കളറിലിരിക്കും സ്കൈയും. ആ ഒരു എന്താ പറയുക, അത് കാണാൻ അത് നമുക്ക് മൊബൈലിൽ പിടിച്ചാലൊന്നും ഒരുപക്ഷെ അതിൻ്റെ ഭംഗി കിട്ടില്ല. കപ്പലിൽ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. മൊബൈലിലോ നമുക്ക് ഒരു വീഡിയോയിലും പകർത്താൻ പറ്റാത്ത സംഭവങ്ങൾ. അത് കാണണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാം. കവരില്ലേ, കവര്, ഉം, ഉം. അത് കണ്ടിട്ടുണ്ട്. അത് വളരെ റെയറായിട്ട് കാണുന്നത്. അതേപോലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഈ നക്ഷത്രങ്ങൾ, ചില സമയത്ത് നക്ഷത്രങ്ങൾ വീഴുന്ന പോലെ തോന്നും. ചില സമയത്ത് നക്ഷത്രങ്ങൾ പോകുന്ന പോലെ തോന്നും. തോന്നലാണോ റിയൽ ആണോ എന്നൊന്നും അറിയില്ല. ആകാശത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 360 ഡിഗ്രി നമുക്ക് രാത്രി ഈ സ്കൈ ഫുള്ള് കാണാം. ഈ രാത്രി ആകാശം മുഴുവൻ ഉള്ള സ്റ്റാറുകളുണ്ട്. ചില സ്റ്റാർ വലിയ സ്റ്റാർ. എനിക്ക് അതിനെപ്പറ്റി സയൻറ്റിഫിക്കലായിട്ട് പറയാൻ അറിയത്തില്ലേലും ഞാനിങ്ങനെ വെറുതെ നിന്നിട്ട് ഇങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാത്രി ആ കാഴ്ച, കപ്പൽ യാത്രയെ, കടൽ, ആകാശം മുകളിൽ, കപ്പൽ, അതിന് താഴെ കടൽ. ആലോചിച്ച് നോക്കിയാൽ മതി. ആകാശത്തെ നക്ഷത്രങ്ങൾ, കപ്പൽ, കടൽ, കടലിലുള്ള ജീവജാലങ്ങൾ, ഇതെല്ലാം ഒരു ഫ്രെയിമിൽ വരും. ആ സെയിം ടൈമിലായിരിക്കും കര. എവിടേന്ന് വരുന്ന ഒരു ലൈറ്റും കാണാം. ഒരു ഫ്രെയിമിൽ ആലോചിച്ച് നോക്ക് എത്ര പിക്ചറായിരിക്കും. ഒറ്റ ഫ്രെയിമിൽ കരയും കപ്പലും കടലും ആകാശവും ഈ സ്റ്റാറും എല്ലാം കൂടെ വരുന്ന ഒരു നൈറ്റ് വ്യൂ ഉണ്ട്. അടിപൊളിയായിരിക്കും. ഈ കപ്പലിലേ നമുക്ക് കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കഴിക്കാൻ പറ്റും. കപ്പലിൽ നമുക്ക് മീൻ പിടിച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചില രാജ്യങ്ങളിൽ നിയമങ്ങളുണ്ട്, നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. പിടിച്ചാൽ ഫൈനാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് മീൻ പിടിച്ച് കഴിക്കാം. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മീൻ പിടിച്ച് കഴിക്കാൻ പറ്റില്ല. ചില മീൻ പോയിസണാണ്. എന്ത് മീനെന്നറിയാൻ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചൂണ്ടയിടുമ്പോൾ കളർ മീനുകൾ വരും. ഓറഞ്ചും റെഡ് കളറിലൊക്കെ മീൻ. പക്ഷേ ഈ മീനുകളിൽ പലതും പോയിസണാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനല്ല. നമുക്ക് വാങ്ങിക്കൊണ്ടോ നമുക്ക് സ്റ്റോറിലോ വരുന്ന മീൻ പോലല്ല. എന്തും പിടിച്ച് കഴിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ ഈ ചരക്ക് കപ്പൽ പോകുന്ന ആ ഒരു ഏരിയയും അതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്നു, രണ്ടും രണ്ട് ഏരിയ ആയിരിക്കുമല്ലേ? നിങ്ങൾ പോകുന്ന ആ വഴിക്ക് ഈ പറഞ്ഞ പോലെ അധികം ചെറിയ മീനുകളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല. ഈ ചാകര മീൻ കാണത്തില്ലേ? അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കപ്പലിൽ കാണാൻ കഴിയില്ല. കപ്പൽ ചാലുകളിൽ പോകുമ്പോൾ നമ്മൾ കൂടുതലും കപ്പൽ ഓപ്പൺ സീയിൽ കൂടെയല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണത്തില്ല. അതൊഴിച്ച് വേറെ കാഴ്ചകളെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. കപ്പലിൽ ആർക്കെങ്കിലും ഇപ്പൊ എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കപ്പലിനുള്ളിൽ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നുവെങ്കിൽ എന്താണ് അവിടെ എങ്ങനെയാണ് അപ്പോൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? കപ്പലിൽ ഹോസ്പിറ്റലുണ്ട്. പക്ഷേ ഡോക്ടറും ഇല്ല, നേഴ്സും ഇല്ല. ഹോസ്പിറ്റൽ മാത്രമുണ്ട്. ഒരു ഓഫീസർ ഇൻചാർജ് ആണ്. സെക്കൻഡ് ഓഫീസർ എന്ന് പറയുന്ന റാങ്ക് ഇൻചാർജ് ആണ് മെഡിക്കൽ. നമുക്ക് അവർ പഠിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. CPR കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട മെഡിസിൻ തരുന്നതോ. ഈ മെഡിസിൻ നമുക്ക് തരണമെങ്കിൽ പോലും നമ്മുടെ അസുഖം എന്താണെന്ന് റിപ്പോർട്ട് അയച്ച് അല്ലെങ്കിൽ ഫോട്ടോ അയച്ച് കമ്പനിക്ക്, ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു ടീം ഉണ്ടാവും. 24/7 ഒരു ഡോക്ടർ ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആളുണ്ടാവും. അവർക്ക് ചോദിച്ച് അവർ നമ്മളോട്ട് സംസാരിച്ച് അവർ പറയുന്ന മരുന്നാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നും ഈ സെക്കൻഡ് ഓഫീസർ റാങ്കിലുള്ള ഒരാൾ നമുക്ക് തരുന്നത്. അതായത് നമ്മുടെ കപ്പലിൽ ഡോക്ടറോ നേഴ്സോ ഒന്നുമില്ല. നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, ഒരു വലിയ ഹെഡ് ഇഞ്ചറി പോലത്തെ ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലോ ഇവരെയും കൊണ്ട് ആരെയും കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെപ്പോലെ നമ്മളെപ്പോലെ നോർമലായിട്ടുള്ള ഒരു മറൈൻ പഠിച്ചിട്ട് വന്ന ഒരു BC നോട്ടിക്കൽ സയൻസോ അല്ലെ ഡിപ്ലോമ നോട്ടിക്കൽസോ ഒക്കെ പഠിച്ചിട്ട് വന്ന ഓഫീസറായിട്ടുള്ള ഒരാളാണ്. അവർക്ക് കിട്ടുന്ന ചെറിയ ഒരു ട്രെയിനിങ് കൊണ്ട് ഒരിക്കലും ഹെഡ് ഇഞ്ചുറി ഉണ്ടായ ഒരാളുടെ ബ്ലീഡിങ് നിർത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഓപ്പൺ സീയിലാണെങ്കിൽ നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന ആ സമയത്തിന് മുകളിൽ ആൾ മരിക്കും. അത് ഡിപ്പെൻഡ് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും.
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. നമുക്കിവിടെ ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം അല്ലേ? വിളിച്ച ആംബുലൻസ് വരും. സഹായത്തിന് എല്ലാവരും വരും. വഴി ഒരുക്കി തരും. കപ്പലിൽ എന്ത് ചെയ്യാൻ പറ്റും? എത്ര വേഗത്തിൽ വന്നാലും ഒരു ആക്ഷൻ എടുത്ത് പെർമിഷൻ വാങ്ങി ഒരു ഹെലികോപ്റ്റർ നിയറസ്റ്റ് കോസ്റ്റ് എവിടാണോ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ റെസ്ക്യൂ ചെയ്യാൻ നമ്മുടെ കപ്പലിലേക്ക് എടുക്കുന്ന ഒരു ടൈമില്ലേ? റോക്കറ്റ് പോലെ അല്ലല്ലോ വരുന്നത്. ആ ഒരു ടൈം ഒരു മനുഷ്യൻ്റെ ജീവൻ എത്ര നേരം ഉണ്ടാവും? എത്ര നേരം അതിന് സർവ് ചെയ്യാൻ പറ്റും? ആ ഒരു സിറ്റുവേഷൻ ഓവറായിട്ട് ബ്ലീഡിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം മിനിറ്റുകൾ കൊണ്ട് ഹെലികോപ്റ്റർ അവിടെ എത്തില്ല. ഈ കപ്പലിൽ തന്നെ ചിലപ്പോ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ മരിച്ചവരുടെയൊക്കെ പെട്ടി ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്നു പറയുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ അത് കപ്പലിലല്ല, സീമാൻ ഹോസ്റ്റൽ ഉണ്ട്. മീൻസ് നമുക്ക് സെയിലേഴ്സ് ഹോം എന്ന് പറയുന്ന പണ്ട് മുതലുള്ള കപ്പലുകാർ പോയിട്ടുള്ള ഒരു ഹോട്ടേഴ്സ് ഉണ്ട് നമുക്ക് ബോംബെയിൽ. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ടത്തെ കാര്യമാണ്. ഈ പറയുന്ന ഈ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ പണ്ടത്തെ സമയത്ത് കത്തെഴുതുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ അച്ഛന്മാരുടെ കാലഘട്ടത്തിൽ കത്തെഴുതുന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് അന്ന് കപ്പലിലേക്ക് പോയവർ പിന്നീട് തിരിച്ചു വരാത്തവർ, അത് മരിച്ചതാണോ അല്ലയോ എന്ന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് പെട്ടികൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ ഇപ്പോഴും ഉണ്ട്. ഒരു റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ടി വെച്ചിരിക്കുക. അവർക്ക് അന്ന് പോയിട്ട് തിരിച്ചു വരാത്തവർ ആരാന്ന് അറിയാത്തവരാ. ഞാൻ അതാ പറയുന്നേ. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും എല്ലാം ഉണ്ട്. അന്ന് ആരും എന്തെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. പണ്ടത്തെ കാലത്ത് കപ്പലിൽ ആരും പോകില്ല. കപ്പലുകളിലേക്ക് കൊണ്ടുപോവായിരുന്നു ചെയ്യുന്നത് അന്നത്തെ സമയത്ത്. കാരണം ഇതൊക്കെ ആയി വരുന്നൊരു സമയത്ത് കപ്പലിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന സമയമുണ്ട് പണ്ടത്തെ കാലത്ത്. അന്ന് കപ്പലിലേക്ക് പോയവരാരെന്ന് അറിയാത്തവരും അന്ന് അവരുടെ ബാഗുകൾ വെച്ചിട്ട് പോയവർ പിന്നീട് അവർ മരിച്ചവരാണോ തിരിച്ചു വരാത്തവരാണോ എന്നറിയില്ല. പക്ഷെ അവരുടെയൊക്കെ പെട്ടികൾ ഇപ്പോഴും ആ ഒരു ഹോസ്റ്റലിൽ ഓർമ്മകളായിട്ട് ഇരിപ്പുണ്ട്. സ്റ്റോവേ സെർച്ച് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോവേ സെർച്ച് എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് എവിടെയായിരുന്നു വെച്ചാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. അതായത് പലായനം ചെയ്യുക. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കളയാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. അവർ കപ്പലിൽ കയറുന്നതിനാണ് ഈ സ്റ്റോവേ എന്ന് പറയുന്നത്. അതായത് അതേപോലെ എന്താ പറയുക, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കപ്പൽ പുറപ്പെടുന്ന ഒരു സമയമാകുമ്പോൾ ഈ നമ്മൾ പോലും അറിയാതെ കപ്പലിൽ ഒളിച്ചു കയറി എവിടെയെങ്കിലും പാത്തിരിക്കും. കപ്പൽ ഇപ്പോൾ അടുത്ത പോകുന്ന അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കും. ഇവർ കപ്പലിൽ തന്നെ നീന്തി വരികയോ അല്ലാതെ പോർട്ട് വഴി എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി ഇതിൻ്റെ അകത്തിരിക്കും. കപ്പൽ വിട്ടതിന് ശേഷം അവിടെ ഇറങ്ങാം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ കപ്പൽ കയറി പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പേരെ കപ്പൽ വിട്ട് 2-ാം ദിവസം 1-2 ദിവസം കഴിയുമ്പോൾ വിശന്നിട്ട് പുറത്ത് വരും അവർ. നമുക്ക് സ്റ്റോവേ സെർച്ച് എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് കപ്പൽ വിടുന്ന സമയമാകുമ്പോൾ നമുക്കൊരു ടീം രൂപീകരിച്ച് നമ്മുടെ കപ്പൽ ഫുള്ള് നമ്മൾ സെർച്ച് ചെയ്യും. ഇതിൽ എല്ലാം ടോർച്ച് അടിച്ച് നോക്കി ഓരോ മുക്കും മൂലയും അരിച്ച് പറക്കും. പക്ഷെ എത്ര അരിച്ച് പറക്കിയെന്ന് പറഞ്ഞാലും അവർ കയറാനുള്ളതാണെങ്കിൽ അവർ കയറിയിരിക്കും. അങ്ങനെ ഒരു കപ്പലിൽ നിന്ന് ഇതുപോലെ കയറി മറ്റൊരു രാജ്യത്തേക്ക് കടക്കുകയാണ്. അതിനാണ് ഈ സ്റ്റോവേ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതും സ്റ്റോവേ എന്ന് പറയുന്നത്. എല്ലാരും കയറുന്ന കാര്യം പറഞ്ഞില്ലേ? വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്യുന്നത്. ശരിക്കും അത് യൂസ്ഫുൾ ആണോ? കപ്പൽ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരു കപ്പലിൽ ഇതുവരെ ഞാൻ എലിയെ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടാവാം. പക്ഷേ അത് റാറ്റ് ഗാർഡ് എന്ന് പറയും. അതായത് നമ്മുടെ കപ്പൽ കരയിലേക്ക് ഒരു കപ്പലിന് കയറി വരാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ പറയുന്ന റോപ്പ്, കയറ്. കടലിൽ നിന്ന് എലി കയറി വരില്ലല്ലോ, കരയിൽ നിന്നായിരിക്കുമല്ലോ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റാറ്റ് ഗാർഡ് ആ റോപ്പിലേക്ക് ഇടുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് കിട്ടാതെ എന്ത് പറ്റും, ഇനി എലി കയറി വന്നാൽ പോലും ആ റാറ്റ് ഗാർഡിന് ഇപ്പുറത്തേക്ക് ആ ഒരു തടസ്സം കൊണ്ട് എലിക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവന് കയറാനാണെങ്കിൽ സുഖമായിട്ട് കയറാം. കാരണം നമ്മുടെ കപ്പലിൻ്റെ ഗ്യാങ് വേ, അതായത് കപ്പലിലേക്ക് നമ്മൾ കയറി വരുന്ന, എലി കയറുന്നതല്ല, നമ്മൾ കയറി വരുന്ന ലാഡർ ഉണ്ട്. ആ ലാഡർ പോർട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റും, ഇതിനെ നമ്മൾ പോർട്ടിലേക്ക് മുട്ടിച്ചു താഴെ വെക്കും. എന്ത് പറ്റും, ആൾക്കാർക്ക് കയറാൻ. ഇതിൽ എലി കയറുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നില്ല. ഇതിൽ ഈ പറയുന്ന റാറ്റ് ഗാർഡ് ഇല്ല. അപ്പോൾ എലിക്ക് കയറാനാണെങ്കിൽ അവർ അതിൽ തന്നെ കയറി വരും. അതിനിപ്പം ആ റോപ്പിൽ അത് ഇട്ടെന്നും പറഞ്ഞിട്ട് എലി കയറാതിരിക്കത്തൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ നിയമമാണ്. ചില രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ബൾക്ക് കാരിയർ കപ്പലുകളിലെ ഗോതമ്പ്, ഇതുപോലെ സോയാബീൻ, ഇതുപോലുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യുന്ന പോർട്ടുകൾ നിറച്ച് എലികളുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം, ഈ അളിയൻ ഒരു പ്രാവശ്യം നമ്മുടെ കപ്പലോട്ട് കയറി വന്നാൽ പിന്നെ കപ്പൽ തീർന്നു. കാരണം കപ്പൽ പ്രവർത്തിക്കുന്നതിന് മൊത്തം മെഷീനറിയും ഇലക്ട്രിക്കലും പാനലുമായിട്ടാണ്. എവിടെയെങ്കിലും കയറി ഒരു പണി തന്നു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞില്ലേ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം. അതിൻ്റെ ഒരു പ്രിക്കോഷനായിട്ടാണ് നമ്മൾ റാറ്റ് ഗാർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഷോർ ലീവ് ഒക്കെ പോകുന്നത് എങ്ങനെയാ? ലൈക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ
ഷോർ ലീവ് നമുക്ക് ഏത് രാജ്യത്താണോ കപ്പൽ അടുക്കുന്നത് അതിന് മുമ്പ് നമുക്കറിയാൻ പറ്റും ഈ രാജ്യത്ത് നമുക്ക് ഷോർ ലീവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇവൻ ആ രാജ്യത്ത് ഷോർ ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പാസ് കിട്ടും, ഷോർ പാസ്. പോർട്ട് അതോറിറ്റി അലോ ചെയ്യുകയാണെങ്കിൽ ആ ഷോർ പാസ് നമ്മുടെ കപ്പലിലേക്ക് വരും. അതുമായിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. പുറത്ത് പോയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ പോകുന്ന പോലെ ഉള്ളൂ. നമുക്ക് ഏജന്റുമാരുണ്ടാവും. നമുക്ക് പുറത്ത് പോകാൻ ടാക്സി വേണമെങ്കിൽ ഏജന്റുമാരെ വിളിച്ചു കഴിഞ്ഞാൽ ഏജന്റ് ടാക്സിയുമായിട്ട് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഷോർ പാസ് കാണിച്ച് പോർട്ടിന് പുറത്ത് നടന്നു പോകാം. ഊബറോ ബോൾട്ടോ ഗ്രാബോ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഏത് ആപ്പ് വഴിയാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നത് അത് അതിന് മുമ്പേ നോക്കി റെഡിയാക്കി വെക്കും. ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം അതിന് നമ്മൾ യാത്ര ചെയ്യും, പോവാ, തിരിച്ചു വരിക. സ്പെയിനിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഒരു പ്രായമുള്ള ഒരാളുടെ കണ്ടിട്ടുണ്ടായിരുന്നു വിഷ്വലൊക്കെ. ആരാണ് ആ പ്രായമുള്ള ഒരാള്? സ്പെയിനിൽ ഞങ്ങൾ ഞാനും എൻ്റെ കൂടെ ഉള്ളൊരു സെക്കൻഡ് ഓഫീസർ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്പെയിനിൽ ഷോർലി പുറത്തു പോയി. അപ്പം നമുക്കറിയത്തില്ല ഈ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടക്കണമെങ്കിൽ അന്നത്തെ ദിവസം അവിടെ അന്ന് എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് അന്ന് അവിടെ നമുക്ക് ടാക്സി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരം നടന്നു പോകണം. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ശരി സ്പെയിനിലല്ലേ നമുക്കൊരു 6-8 മണിക്കൂർ സമയമുണ്ട് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തു പോയി. വണ്ടികളൊന്നും നിർത്തുന്നില്ല, ടാക്സി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരാൾ ആ പോർട്ടിന് സൈഡിൽ കിടപ്പുണ്ട് കാറിൽ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, ഞങ്ങളെ അങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വഴിയാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ ആൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ആൾ ആടെ വണ്ടിയിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ യൂറോയും പൗണ്ടും സാധനങ്ങളൊന്നും ഇല്ല, ഡോളറാണുള്ളത്. അവിടെ ഡോളർ എടുക്കുന്നുമില്ല, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊന്ന് കൺവേർട്ട് തരാമോ എന്ന് ചോദിച്ചു. ആൾ ഞങ്ങളെ കൊണ്ട് പോയി ഈ പൈസ ചേഞ്ച് ചെയ്യുന്നത് അവിടെ അന്ന് ബാങ്കും ഓപ്പൺ അല്ല. അപ്പോൾ ആളെന്ത് ചെയ്തു, ആടെ പേഴ്സിലിരിക്കുന്ന പൈസ ഞങ്ങൾക്ക് എടുത്തു തന്നു. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡോളർ വാങ്ങി. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നറിയോ, രാത്രി 12 മണി 2 മണി വരെ ആൾ ഞങ്ങളുടെ കൂടെയാണ്. നല്ല വയസ്സായ മനുഷ്യനാ, വർഷങ്ങൾ ജോലി ചെയ്ത് റിട്ടയർഡ് ആയിട്ട് അവിടുത്തെയൊക്കെ ജീവിതം യൂറോപ്പിലെന്ന് വെച്ചാൽ അവർ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവർ ആഘോഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആടെ കൂടെ പോയി ആൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് വാങ്ങി തന്നു. ഞങ്ങൾ കാശ് കൊടുത്തിട്ട് ആൾ കാശ് മേടിക്കുന്നില്ല, കാശ് വേണ്ട. അപ്പോൾ പിന്നെ നമുക്ക് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മോളിൽ പോകണം, എന്തെങ്കിലും ടീഷർട്ട് എന്തെങ്കിലും എടുക്കണം. അവിടെ എങ്ങും മോളില്ലാഞ്ഞിട്ട് 11 കിലോമീറ്റർ ആൾ കാർ ഓടിച്ച് ഞങ്ങളെ കൊണ്ട് മോളിൽ പോയി. എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഷോപ്പിങ്ങും ചെയ്ത് തിരിച്ച് അതേ കാറിൽ സിറ്റിയിൽ കൊണ്ടിറക്കി. അവിടുന്ന് ഒരു പഴയകാല ചർച്ചുണ്ട്, ആൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങളെ അവിടെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടുന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആ ചർച്ചിൽ കൊണ്ടുപോയി. ഞങ്ങളെ ആ ചർച്ചും കാണിച്ച് തിരിച്ചു കൊണ്ടുവിട്ടു. എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ കറങ്ങ്. ഓക്കെ, അപ്പോൾ സമയം രാത്രിയായി. കറങ്ങി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും, ഞാൻ വരാം. രാത്രി 12:30 ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി. വിളിച്ചൊരു 20 മിനിറ്റിൽ ആൾ വീട്ടിൽ നിന്ന് വീണ്ടും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ഞങ്ങളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് പോർട്ടിൽ കൊണ്ട് 2 മണിക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. എല്ലാം ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞിട്ട്. അതായത് അവിടുന്ന് ഇറങ്ങിയ ആ നിമിഷം മുതൽ ₹1 നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ, കൊടുത്തിട്ടും വാങ്ങിക്കാതെ ആ പ്രായമുള്ളൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ ആള് നമ്മളെ രാത്രി 2 മണി വരെ ആ സ്പെയിൻ്റെ സിറ്റികൾ, മെയിൻ ആ സിറ്റി മൊത്തം ഞങ്ങളെ ₹1 വാങ്ങാതെ കൊണ്ട് കറങ്ങി കാണിച്ചു. ഇപ്പോഴും ആൾ കോണ്ടാക്റ്റിലുണ്ട്. ഇംഗ്ലീഷ് അറിയില്ല, കുറച്ച് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഇപ്പോഴും മെസ്സേജ് അയക്കും, കല്യാണത്തിൻ്റെ സമയമായപ്പോൾ വിഷസ് അയക്കും, അല്ലെങ്കിൽ വിളിക്കും, സംസാരിക്കും. ആ ഒരു മനുഷ്യൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പാവം ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ റെയറായിട്ട് കിട്ടിയ ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായാലും കുറേ രാജ്യങ്ങളിൽ നമ്മൾ നല്ല നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട്. നീ വരണം, വിസ ഞാൻ റെഡിയാക്കി തരാം, എൻ്റെ സ്പോൺസർ വാ, ടിക്കറ്റ് മാത്രം എടുത്ത് വന്നാൽ മതി, അക്കോമഡേഷൻ ഒന്നും കുഴപ്പമില്ല, പോര്, വാ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ഒരു ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. ഇവരടുത്ത് എല്ലാവരുടെ കോണ്ടാക്ട് ഇവരുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ കോണ്ടാക്ട് വെക്കുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ വാട്സാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഈ ഇംഗ്ലീഷ് ശരിക്കും അറിയാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ലാംഗ്വേജിൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഇത് വേണ്ടല്ലോ, ട്രാൻസ്ലേറ്റർ ഉണ്ട്, അതിൽ നമ്മൾ സംസാരിക്കും, ചോദിക്കും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും, പറയും. ഇപ്പോഴാണെങ്കിൽ അവരുടെ രാജ്യത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുക. കല്യാണം വിളിച്ചിരുന്നവരൊക്കെ? കല്യാണം ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷെ കല്യാണത്തിൻ്റെ സ്റ്റാറ്റസും അല്ലെങ്കിൽ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കും. ഇതുപോലെ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോഴും ആഫ്രിക്കൻസ് ഉണ്ട് അതിൽ, സ്പെയിൻ യൂറോപ്യൻസ് ഉണ്ട്, അങ്ങനെ ചില്ലിന്ന് ഒരാളുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ എല്ലാവരും നല്ല കോണ്ടാക്ട് ഉണ്ടാവും, നല്ല പാവപ്പെട്ട മനുഷ്യർ. അങ്ങനെ കുറേ സൗഹൃദങ്ങൾ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അവരോട് ഞാനൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വിഷ്ണു പെട്ടെന്ന് എല്ലായിടത്തും മിങ്കിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണോ? അതുകൊണ്ടാണല്ലോ ഒരു ദിവസം ചിലപ്പോൾ 1-2 മണിക്കൂർ കാണുന്ന സൗഹൃദമായിരിക്കും, 2 മണിക്കൂറത്തെ സൗഹൃദമായിരിക്കും. നമ്മൾ മാക്സിമം അവരോട് മിങ്കിൾ ചെയ്യും, മാക്സിമം അവരോട് സംസാരിക്കും. പിന്നെ അവർ നമ്മുടെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാറും. പിന്നെ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്ത് അവർ വണ്ടിയും കൊണ്ട് വരും.
ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പോയ രാജ്യങ്ങളിൽ പോയ പോർട്ടുകളിൽ വീണ്ടും നമ്മൾ പോകാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നീ പോർട്ട് വരുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി, നിനക്ക് ഒരു ടാക്സിയും വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ ഈ നാട് കാണിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അത് ചിലപ്പോൾ ഞാൻ എല്ലാവരോടും പെട്ടെന്ന് 5 മിനിറ്റ് ആയാലും പെട്ടെന്ന് മിങ്കിൾ ആവുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഉം. വിഷ്ണുവിന്റെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു 9 മാസം ഇതെനിക്ക് എന്റെ വീടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഏഹ് ആ ഒരു മൊമെന്റ്സ്, ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ആ വീഡിയോയിൽ കാണാം. അത്രയും ഫീൽ ചെയ്തിട്ടാണ് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കപ്പലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാ. 9 മാസത്തെ നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കപ്പലിനകത്താ. ആ ഒരു കപ്പലാണ് നമുക്ക് അന്നം തരുന്നത്. ആ ഒരു കപ്പലാണ് നമുക്ക് ജീവിതം തരുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എല്ലാം ആ കപ്പലാ, അല്ലേ? അപ്പോൾ ആ കപ്പല് നാളെ എന്തെങ്കിലും ഒരു എന്തൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, കപ്പലില്ലെങ്കിൽ ഞങ്ങളില്ല. കഴിഞ്ഞു. 9 മാസത്തെ നമ്മുടെ ജീവിതം, നമ്മുടെ അന്നം എല്ലാം തരുന്ന കപ്പലാ അത്. എല്ലാ കപ്പലും നമ്മൾ കപ്പലിൽ കയറുമ്പോൾ പണിയെടുക്കണം. സ്വാഭാവികമായിട്ടും പണിയെടുക്കണം. നമ്മൾ ആ കേറിയ ഉടനെ നമ്മൾ തെറി വിളിക്കും. ഓഹ്! ഇങ്ങനൊരു കപ്പല് വരണ്ടായിരുന്നു. എന്ത് പഴയ കപ്പലാ ഇത്. പണിയെടുത്ത് വയ്യാണ്ടായി. ഇതിന് മുമ്പത്തെ കപ്പലാണെങ്കിൽ ഇതിലും നല്ലതായിരുന്നു. ആ കപ്പലിൽ പോയാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ ആ കപ്പലിനെ തെറിവിളിയോട് തെറിവിളിയായിരിക്കും. 1, 2 മാസം നല്ലൊന്ന് സെറ്റ് ആവുന്നിടം വരെ നമുക്കെല്ലാം പ്രശ്നങ്ങളാ. അപ്പം നമ്മൾ നല്ല രീതിയിൽ തെറി വിളിക്കും. പക്ഷേ 9 മാസത്തെ ആ ഒരു യാത്ര, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കപ്പലിനോട് സൈൻ ഓഫ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ അതിനോട് തോന്നുന്നൊരു ഇമോഷനുണ്ട് എനിക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും ആ കപ്പലിൽ നിന്നുകൊണ്ടാണ്. അതാണ് എൻ്റെ എല്ലാം, അല്ലേ? അതിനെ അത്രയും സ്നേഹിച്ച് എത്ര കഷ്ടപ്പാടുണ്ടായാലും നമ്മൾ ജോലി ചെയ്യുന്ന എന്താണോ അതിനെ നല്ല രീതിയിൽ നമ്മൾ സ്നേഹിച്ച് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചില സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോകേണ്ട സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമില്ലേ, കഷ്ടപ്പാടുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടാവില്ലേ, അതുപോലെ സംഭവം. ഈ കപ്പലിൽ നിന്ന് ഇങ്ങോട്ട് പോർട്ടിലോട്ട് ഇറങ്ങിയിട്ട് ടാക്സി ആയാലും അല്ലെങ്കിൽ ബോട്ടിൽ പോവുകയാണെങ്കിൽ ഈ കപ്പലിൻ്റെ അകത്തുനിന്ന് പടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ കപ്പൽ നമ്മുടെ അല്ല, അത് കഴിഞ്ഞു. ആ കപ്പലിലോട്ടുള്ള നമ്മുടെ ബന്ധം കഴിഞ്ഞു. നമ്മളെപ്പോലെ പുതിയൊരാൾ ആ കപ്പലിൽ കയറി. അപ്പോൾ ആ കപ്പലിൻ്റെ അടുത്ത് നിന്ന് ആ ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കപ്പൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു പടച്ചിലുണ്ട്. എനിക്ക് അത് ആലോചിക്കുമ്പോഴേ ഭയങ്കര സങ്കടം വരും. പ്രത്യേകിച്ച് ഇപ്പം കൂടുതൽ സങ്കടം വരും. കാരണം ഇപ്പോഴാണ് ആ കപ്പലിനെ ഞാൻ കൂടുതൽ അറിയുന്നത്. ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തും അതിനെ അറിഞ്ഞ് ഓരോ മുക്കുമൂലം എനിക്കറിയാം. കാരണം ഞാൻ അത് വീഡിയോസ് എടുക്കാനും ഓരോ കാര്യത്തിനും പോകുമ്പോഴും ഓരോ വളർച്ചയ്ക്ക് പിന്നിൽ ഓരോ കപ്പലുണ്ടെന്ന് പറയുന്ന പോലെ എന്നെ സംബന്ധിച്ച് അതെൻ്റെ വീടാണ്. അതിനുള്ള ഒരു ഇമോഷൻ എനിക്ക് ഭയങ്കര കൂടുതലാണ്. സൈൻ ഓഫ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു കാഴ്ച കാണുമ്പോൾ എപ്പോഴായാലും ഇപ്പം ഈ ഇറങ്ങിയ കപ്പലാണെങ്കിൽ പോലും ഈ ഇറങ്ങിയ കപ്പൽ ഡ്രൈ ഡോക്കിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡ്രൈ ഡോക്കിൽ ആ കപ്പലിനെ മൊത്തം പണിഞ്ഞ് അടിപൊളിയാക്കി പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പയാക്കി സൂപ്പറാക്കിയിട്ടാണ് ഞങ്ങൾ ആ കപ്പലിനെ കരയിൽ നിന്ന് കടലിലേക്ക് ഇറക്കിയത്. അപ്പോൾ ആ ഉണ്ടായ ഒരു മാസത്തെ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, കപ്പലിനെ മൊത്തം അഴിച്ചിട്ടിരിക്കുക. എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കപ്പൽ പണിയുന്ന രീതിയിലാണ് അതിനെ ഞങ്ങൾ കടലിലോട്ട് ഇറക്കിയത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറയാം, ആ കപ്പലിനോട് അറ്റാച്ച്മെൻറ്റ് വീണ്ടും കൂടി. അതാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ചുമ്മാ പറഞ്ഞല്ല, ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അതുപോലെ സങ്കടത്തോടെ പറയുന്നതാണ്. കാരണം ഞാൻ കപ്പൽ കരയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാ. അപ്പം അതാണ് ആ വീഡിയോ. ഒരു 5 വർഷം കൂടുമ്പോഴാണോ ഇങ്ങനെ കപ്പലിന്റെ ആ ഒരു ലാസ്റ്റ് പ്രോസസ്സിൽ എത്തുന്നത്? അതോ ഓരോ കപ്പലിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇല്ല, അത് 5 വർഷം കൂടുമ്പോഴാണ് കപ്പൽ ഡ്രൈ ഡോക്ക് കയറേണ്ടത്. അത് 3 വർഷം കഴിയുമ്പോഴായാലും കപ്പൽ ഡ്രൈ ഡോക്കിൽ കയറാം. 5 വർഷം വരെ നമുക്ക് ഓടിക്കാം കപ്പൽ. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും 5 വർഷം കഴിയുമ്പോൾ കപ്പലുകൾ ഡ്രൈ ഡോക്കിൽ കയറ്റി അതിന് മെയിൻ്റെനൻസ് ചെയ്തിരിക്കണം. നമ്മുടെ വണ്ടി എത്രയാണെന്നും പറഞ്ഞാൽ നമ്മൾ മെയിൻ്റെനൻസോ അല്ലെങ്കിൽ സർവീസോ ചെയ്യാതെ എത്ര നാൾ നമുക്ക് ഓടിക്കാൻ പറ്റും. കപ്പലും അതുപോലെ മെഷീനറികൾ അകത്തെ റിപ്പയർ നമ്മൾ ചെയ്യുമെങ്കിൽ പോലും കപ്പലിൻ്റെ പുറത്തെ കാര്യങ്ങളുണ്ട്, കടലിനകത്തെ കാര്യങ്ങളുണ്ട്. അതൊക്കെ റിപ്പയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് മെയിൻ്റെനൻസിന് കയറ്റിയേ പറ്റുള്ളൂ. വിഷ്ണുവിന്റെ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പെൺകുട്ടികൾക്ക് കപ്പലിലെ ജോലി കിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ ശരിക്കും പെൺകുട്ടികൾക്ക് കപ്പലിലെ ജോലി കിട്ടില്ലേ? പെൺകുട്ടികൾക്ക് കപ്പലിൽ ജോലി കിട്ടും, കിട്ടത്തില്ലെന്നല്ല. ഇപ്പം ഇതിന് മുമ്പല്ല, ഇപ്പം ഒരുപാട് കമ്പനികൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടോ സ്പോൺസർഷിപ്പ് അതേപോലെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവരെ കേഡറ്റ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ. അതിനൊന്നും അല്ലാതെ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇതിൻ്റെ ഉള്ളിലെ റിയാലിറ്റി അറിയില്ല. മനസ്സിലായോ? അതായത് നല്ല ലൈഫായിരിക്കും, ലക്ഷറി ലൈഫായിരിക്കും, അടിപൊളി ലൈഫ് ഒരു ചിന്തയിലായിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് പഠിക്കാൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു മുന്നോട്ട് പോകുന്നൊരു ലൈഫിൽ ഒരു ഫ്യൂച്ചറിൽ അത് വേറൊരു രീതിയിൽ നമ്മളെ ബാധിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവും.
ചിലപ്പോൾ ഒരു 10ഓ 20ഓ വയസ്സിൽ അത് അറിഞ്ഞെന്ന് വരില്ല. കുറേ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ, കാരണം ഫാമിലി ഇല്ല. നമുക്ക് ഫാമിലി ഇല്ലാതെ നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന പോലൊരു സംഭവമുണ്ട്. അത് ചിലപ്പം എല്ലാവരെയും കൊണ്ടും പറ്റിയെന്ന് വരില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് നമ്മൾ ഈ കപ്പലിലേക്ക് എത്തുന്നത്. അപ്പോൾ നാളെ നമ്മളെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത, പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വന്നിട്ടുണ്ട്. വന്ന് പെട്ടുപോയി. എനിക്കിനി മുന്നോട്ട് പോയേ പറ്റൂ എന്നും പറഞ്ഞിട്ട്. അതായത് നല്ല നല്ല ജോലികൾ നമുക്ക് നാട്ടിൽ ഫാമിലിയോട് കൂടി നല്ല സാലറിയിൽ ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കണ്ട് അല്ലെങ്കിൽ എന്തോ ചിന്തിച്ചിട്ടാണ് ഒരുപക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അവരവരുടെ ഇഷ്ടമാണ്, വരുന്നവർക്ക് വരാം. പക്ഷേ വരുന്നവർക്ക് ഫാമിലി, അല്ലെ ഒരു ഫാമിലി ലൈഫ് എന്നുള്ളൊരു സംഭവം അതൊരു മുൻഗണനയായിട്ട് വെക്കാത്ത ഏതൊരാൾക്കും ഈ ഒരു ലൈഫിലോട്ട് വരാൻ കുഴപ്പമില്ല. ഇപ്പൊ ഒരു 10 വർഷത്തോളായിട്ട് വിഷ്ണു ഈ ഒരു ഫീൽഡിലാണല്ലോ. ഈ സമയത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടുകാർ കരയുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു മൊമെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? പറയുമ്പോൾ ഒരു അച്ഛനും അമ്മയൊക്കെ കരയുന്നു. എന്നിട്ട് നമ്മൾ പോകുന്നതാണെങ്കിലും അത്രയും ഒരുപാട് ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ് വിഷ്ണു ഹാൻഡിൽ ചെയ്യുന്നത്? അത് അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റ മോനാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പോകുന്നൊരു സമയത്ത് തുടക്കം മുതൽ ഇത്രയും വർഷമായി ഈ ഒരു സമയത്താണെങ്കിൽ പോലും പോകുന്ന സമയത്ത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്കും അച്ഛനും ഇവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനക്കം കൊണ്ടാണ് അവർ ഇത്രയും വർഷക്കാലം കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാണ്. ഇനി ഒരാൾ കൂടുണ്ട്. ഇതിന് മുമ്പ് വരെ ആ വീട്ടിൽ എൻ്റെ ഒരു അനക്കം, ഞാനുള്ള ആ 2ഓ 3ഓ മാസം അവർക്ക് കിട്ടുന്നൊരു ജീവനുണ്ടല്ലോ, അത് പെട്ടെന്ന് കയറി പോയി കഴിയുമ്പോൾ മറ്റൊരു ജോലി പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അപകടമോ അവർക്കൊരു ആപത്തോ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി വേണ്ടാന്ന് പറഞ്ഞ് റിസൈൻ ചെയ്ത് വരാൻ വേണ്ടി ഗൾഫിലോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കടലിലോട്ടാണ് പോകുന്നത്. എൻ്റെ ജോലി അത്രയും റിസ്ക്കാണ്. ഞാൻ അവരെ ചിന്തിക്കുമ്പോൾ അവർ എന്നെ പറ്റിയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ആ കരച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല. എപ്പം നമ്മളെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടാലും ഞാൻ മാക്സിമം പിടിച്ച് നിൽക്കും. കരയാതെ നമ്മൾ പിടിച്ച് നിൽക്കും. എനിക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എൻ്റെ അമ്മ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മീൻസ് ഒന്നും അല്ലാത്തൊരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് വരണത്. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷങ്ങളുടെ കളികളാണ്. ചെറിയൊരു പരിപാടിയല്ല. ഇതിൽ ഒരുപാടെടുത്ത് ചതിക്കപ്പെട്ടു. നമ്മുടെ പൈസ ഒരുപാട് പോയി. അപ്പോൾ പൈസ തിരിച്ചടയ്ക്കേണ്ട സിറ്റുവേഷനുകൾ വരുന്നു. നമ്മളെക്കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ. എനിക്കൊരു ചേട്ടനില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂടപ്പിറപ്പ് വേറെയില്ല. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഫാമിലിയൊക്കെ ഒരുപാട് സഹായിച്ചെങ്കിൽ പോലും അമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എന്നെ ഒരു നിലയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞു. ഒരുപാട് കരഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ഇന്നിപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ജോലി, അല്ലെങ്കിൽ ഇന്ന് നല്ലൊരു കമ്പനി, എനിക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിൽ വരുമ്പം ചങ്ക് പടയുന്നൊരു പരിപാടിയാണ്. അത് ഒരിക്കലും മാറില്ല. അതങ്ങനെ തന്നെ. അമ്മ എന്നാലും എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ അമ്മ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് തന്നെ ഡെയിലി നമ്മള് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഡെയിലി ചിലപ്പോൾ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം, കപ്പലുകാരുടെ ലൈഫുകൾ നമ്മൾ കാണാറുണ്ട്. കപ്പലുകാരുടെ എല്ലാവരുടെയും ജീവിതം നമുക്കറിയാം. നമ്മുടെ കൂട്ടുകാർ, കൂടെ ജോലി ചെയ്യുന്നവർ, റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞവർ, എല്ലാവരുടെയും ലൈഫ് നമുക്കറിയാം. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലി അവർ മനസ്സിലാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് അറിയുന്ന ഒരു കുട്ടിയാണ്, ഒരാളാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ അതായിരിക്കും അവനായിരിക്കും ലക്കി എന്ന് പറയുന്നത്. കാരണം ഒന്നും പുതിയതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. ഈ ഒരു ലൈഫ് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതോ നമ്മളവിടെ പണിയെടുക്കുന്നതോ നമ്മുടെ സമയമോ ഷെഡ്യൂളോ എല്ലാം വ്യത്യാസമായിരിക്കും. അവർ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഓഫായിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ഓഫായിരിക്കും. പ്രോപ്പറായിട്ടൊരു കോണ്ടാക്ട് ചെയ്യാനോ ഒന്ന് കാണാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥ. ചില ദിവസങ്ങൾ നമുക്ക് വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പാണെങ്കിൽ പോലും ചോദിക്കാതെ പറയാതെ അത് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വൈഫെങ്കിൽ, ഒരു കപ്പലുകാരനെ സംബന്ധിച്ച് അവനാണ് ഏറ്റവും വലിയ ലക്കി എന്ന് ഞാൻ പറയും. അവൻ്റെ ഒരു ഉത്തരവിന് വേണ്ടിയിട്ടോ, അല്ലെ അവൻ പറയുന്നത് നോക്കിയോ വെയിറ്റ് ചെയ്യാതെ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു സീമാനെയാണ്, അയാളുടെ ലൈഫ് ഇതാണ്, ഇത് 2 ദിവസം നെറ്റില്ലെങ്കിൽ എന്താണ് ഞാൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ വീട്ടിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എൻ്റെ അച്ഛൻ, അമ്മ, അവരുടെ അച്ഛൻ, അമ്മ, അതേപോലെ 2 വീടുകൾ, ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഒരു പക്ഷേ ഞാനുണ്ടായെന്ന് വരത്തില്ല.
അപ്പോൾ ഇത് ഞാൻ എന്ത് റോളാണോ എൻ്റെ ലൈഫിൽ നിർവഹിക്കേണ്ടത് അതേ റോൾ എൻ്റെ വൈഫ് അത് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം സന്തോഷത്തോടെ പോകത്തുള്ളൂ. 50-50 റേഷ്യോ ഇവിടെ വരുന്നില്ല. 100% ഞാൻ എന്ത് ചെയ്യണോ, ഞാൻ ഇവിടുന്ന് പോകുന്ന അതോടുകൂടി കഴിഞ്ഞു. പിന്നീട് ഞാൻ പണിയെടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യവും ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കപ്പിൾസ് കപ്പൽ ജോലി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, ഇപ്പോഴും അവർ ഹാപ്പിയാണ്. അതേ സമയത്ത് ഒരു വർഷം തികയാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാരേജിന് ശേഷം ഒരു വർഷം തികയാത്തവരെ കണ്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും അതേ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം പലരെ സിറ്റുവേഷൻസ് ചിലപ്പോൾ നമുക്കറിയില്ല ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ച് അവനെ അറിയുന്ന, അവൻ്റെ ജോലി അറിയുന്ന, കപ്പലെന്ത് കടലെന്ത് എന്ന് അറിയുന്ന ഒരു പെണ്ണാണ് അവൻ്റെ ഭാര്യയായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യം. വിഷ്ണുവിനെ വൈഫിനെ കൊണ്ടുപോകാൻ പറ്റുമോ കപ്പൽ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രൂ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ കപ്പലിൽ വൈഫിനെ കൊണ്ടുപോകാം. അത് ടോപ്പ് 4 റാങ്കിലുള്ളവർക്ക്, ഈവൻ ടോപ്പ് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളവർക്കും ടോപ്പ് ഓഫീസറായിട്ടുള്ളവരുമായിട്ടുള്ള ആൾക്കാർക്ക് വൈഫിനെ കപ്പലിലേക്ക് കൊണ്ടുപോകാം. വേണേൽ കൂടെ സെയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഞങ്ങൾ ക്രൂ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിപ്പോ വിഷ്ണു ചേട്ടന്റെ അതായത് കടൽ ജീവിയുടെ ഒരുപാട് വീഡിയോസ് കണ്ടു ഇതുവരെ. അതായത് 2 മാസം മുന്നേ വരെ എന്ന് പറയുന്നത് കല്യാണം കഴിയുന്നതിന് മുന്നേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള വീഡിയോസില് നമ്മളെ പാർട്ട്ണർ ചേച്ചി എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം എങ്ങനെയാണ്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല, നമുക്ക് ചേച്ചി ഒന്ന് വിളിച്ചാൽ അങ്ങോട്ടേക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ വീഡിയോസും, എൻ്റെ എല്ലാ സപ്പോർട്ടും എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. അതാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ ഇതുവരെയുള്ള ഇൻ്റർവ്യൂവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ വിളിക്കുക. വരുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വന്നില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം 1 അല്ല 2 അല്ല 2 ഇൻ്റർവ്യൂകളിൽ വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വെൽക്കം ചെയ്യാണ് എൻ്റെ വൈഫിനെ. വാ വാ, ഞാൻ വിളിച്ചോണ്ട് വെൽക്കം ടു ദി ഷോ. ഇങ്ങോട്ട് വാ ചേച്ചി, കടന്നു വരൂ ചേച്ചി. വാ, ഇനി ഈ കസാര ഇരിക്കി. കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ കാണുന്നല്ലോ. അങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ കടൽ ജീവി എന്ന് പറയുന്നത്, നമ്മുടെ വിഷ്ണു ചേട്ടന്റെ സ്വന്തം പ്രിയതമ ചിപ്പി ചേച്ചി. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇനി എങ്ങനെയാണ് നിങ്ങളുടെ കപ്പിൾ ബ്ലോഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറയൂ. ഇതുപോലൊരു വൈഫിനെയാണ് എല്ലാ കടൽ ജീവനക്കാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ഇനി അങ്ങോട്ട് എൻ്റെ യാത്രയല്ല, ഇനിയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും ഇത് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ നമ്മുടെ മൈൻഡ്സ്കേപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിപ്പോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആളുകളുടെ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് സൈനിങ് ഓഫ് പ്രശാന്തി. ബൈ.